i20 വാഹനത്തിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ഡിക്കി ഡോർ ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് ഇലക്ട്രോണിക് സ്വിച്ചാണ് വരിക. അപ്പോൾ ആ സ്വിച്ചിൻ്റെ കുറച്ച് ക്വാളിറ്റി കുറവായത് കാരണം പെട്ടെന്ന് ആ സ്വിച്ച് ഡാമേജ് ആയി പോകുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഒട്ടുമിക്ക കേസിൽ സ്വിച്ച് അധികം നിങ്ങളുടെ വാഹനത്തിലൊക്കെ ചിലപ്പോൾ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനത്തിൻ്റെ സ്വിച്ചും അതേപോലെ തന്നെ കംപ്ലയിൻ്റ് ആണ്. നമുക്ക് ഡിക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുന്നില്ല, ഡിക്കി ഓപ്പൺ ആവുന്നില്ല. പക്ഷേ ഇത് വർക്ക് എടുത്ത ആൾ, ഇതിൻ്റെ ഇലക്ട്രീഷ്യൻ, ഈ വണ്ടിയുടെ ഈ ഒരു വാഹനം വർക്ക് എടുത്ത ഇലക്ട്രീഷ്യൻ ഇതിന് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എന്നെ നെട്ടിച്ച് കളഞ്ഞത്. നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ നമ്മൾ കോളിംഗ് ബില്ലിൻ്റെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ഐറ്റം നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും ഇതേപോലെ ഒരൊറ്റ സ്വിച്ച്, നമ്മുടെ ബെല്ലിൻ്റെ ഒക്കെ ഒരു സ്വിച്ച് നമ്മൾ കാണുന്നത് പണ്ട് കാലങ്ങളിൽ വീടുകളിൽ. അപ്പോൾ അത്തരത്തിലൊരു സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ട് കിടക്കും. അപ്പോൾ എന്താണെന്ന് എനിക്ക് ഇത്രയും മനസ്സിലായില്ല. അപ്പോൾ ഇലക്ട്രോണിക് സ്വിച്ച് കംപ്ലയിൻ്റ് ആയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഒരു ലൈൻ ഇട്ടിട്ട് നേരെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ആവുന്നൊരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു സംഭവം. സാധാരണഗതിയിൽ നമ്മളൊരു ഓട്ടോകളിൽ അല്ലെങ്കിൽ പഴയ 407 ലോറികളിലൊക്കെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംവിധാനം ചെയ്യൽ. അപ്പോൾ ഇതിൽ വെറൈറ്റി ആയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കണ്ടത്. ഒരു ഡീസലിൽ എഴുതിയൊരു i20 വാഹനം സ്റ്റോക്ക് വന്നിട്ട് 2014 മോഡലിൽ നിൽക്കുന്ന മാഗ്ന എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. 1.4 ലിറ്ററിൽ വരുന്ന CRD എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. CRD എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കും, അത്യാവശ്യം മൈലേജും ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. മാഗ്ന എന്ന വേരിൻ്റെ ആയതുകൊണ്ട് ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വേരിൻ്റാണ് മാഗ്ന എന്ന വേരിയൻറ്റ്. സേഫ്റ്റി ഫീച്ചറായിട്ട് എയർ ബാഗോ ABS ഇതിനകത്ത് വന്നിട്ടില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 40, 50, 60% വരെ 4 ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. കാര്യപ്പെട്ട ഡാമേജുകളോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് KL 46 ഗുരുവായൂർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം. ഡീസൽ എഞ്ചിന് പെർഫോമൻസിന് ഇഷ്ടപ്പെടുന്നവർക്കും അത്യാവശ്യം മൈലേജ് ഉള്ള, അത്യാവശ്യം യാത്രാ കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെ പറയാൻ പറ്റും. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,45,000 രൂപയ്ക്ക്. ഓൾമോസ്റ്റ് 3 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി ചെറിയ ബഡ്ജറ്റിൽ ഒരു മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വാഹനം കിടക്കുന്നു, അത് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം ഒത്തിരി പേർ അന്വേഷിക്കുന്ന വാഹനമാണ് ഈ ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ടേണിംഗ് ഒക്കെ ഏറ്റവും ഈസിയായിട്ട് അനായാസകരം കൈകാര്യം ചെയ്യാൻ പറ്റിയ വാഹനം. ഇപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഒരു റോഡാണ്. ഈ റോഡ് നമ്മൾ അപ്പുറത്തേക്ക് ഒരു കുഴിയാണ്, ഇപ്പുറത്തും ഒരു ഓവിച്ചാലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വാഹനം സുഖമായിട്ട് നമുക്ക് ടേൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഇത്തരത്തിൽ ചെറിയ വാഹനങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത. എസ്പെഷ്യലി നമ്മൾ ടൗണിലൊക്കെ കൊണ്ട് വാഹനം പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഒക്കെ ഈസിയായിട്ട് അനായാസകരം കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് മാരുതിയുടെ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഈ വാഹനം. 2021 മോഡലാണ്. VXi+ എന്ന ഫുൾ ഓപ്ഷൻ വേരിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും 32,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള KL 71 നിലമ്പൂർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. VXi+ എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻ, VXi+ എന്നുള്ള 2 ഓപ്ഷൻസ് മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ZXi+ ഒന്നും ഇറങ്ങിയിട്ടില്ല. VXi+ ആണ് എക്സ്പ്രസ് പോലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ്. 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാരിങ്. 4 ഡോർ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്, 4 ഡോർ ഇല്ല. 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഒരു ചെറിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒരു സാധാരണക്കാരനൊക്കെ പറ്റിയിട്ടുള്ള ഒരു 17-18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന, അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസ് ഉള്ള, നമുക്ക് ലോങ് ഡ്രൈവിനും എല്ലാ ഡ്രൈവിനും ഒക്കെ യൂസ്ഫുൾ ആവുന്ന സാധാരണക്കാരന് പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന വാഹനം. ഇന്ന കാര്യപ്പെട്ട മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും വരാൻ സാധ്യത വളരെ കുറഞ്ഞിട്ടുള്ളൊരു വാഹനം. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റോറൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ തല തട്ടാതെ തന്നെ നമുക്ക് ഈ സൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാത്രമല്ല നമുക്ക് ഹൈറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ഫീൽ, കാരണം ബോണറ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ഒതുങ്ങിയ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഇടവഴിയിലൂടെയൊക്കെ കട്ട് ചെയ്ത് കയറ്റി കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ശരിക്കും ഒരു ഓട്ടോ പോകുന്ന വഴിയിലൂടെയൊക്കെ ഈ ഒരു വാഹനം കയറ്റി കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ 21 മോഡലിൽ നിൽക്കുന്ന ഈ എക്സ്പ്രസോ VXi+ എന്ന വേരിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,25,000 രൂപയ്ക്ക്. ഓൾമോസ്റ്റ് 4 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. 5 വർഷത്തേക്കായിരിക്കും ഇതിന് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 2 വാഹനങ്ങളും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു മാരുതിയുടെ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന എക്സ്പ്രസോ എന്ന സാധാരണക്കാരന് പറ്റിയുള്ള വാഹനം, ഒരു ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ഹ്യൂണ്ടായിൻ്റെ i20 എന്ന 2014 മോഡലിൽ നിൽക്കുന്ന വാഹനം. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കുണ്ട് ഞങ്ങൾ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.